ഇതെന്താ രാവണനാ? ഇത് രാവണനാ. പിന്നെ രാവണനല്ല, പിന്നെ ഇങ്ങനെ 10 അല്ല, രാവണന്റെ കൺസെപ്റ്റ് അല്ലേ അവര് ചെയ്തേക്കുന്നത്? ആ സാധനം എന്താ? കഞ്ഞിയും ചിക്കനാണ്. എനിക്ക് ചിക്കൻ പോലെ ഫീൽ ചെയ്തേ. ചിക്കൻ ഒന്നുമില്ല, ചമ്മന്തി ആയിരിക്കും. ചിക്കൻ ചമ്മന്തിയാ. എനിക്ക് മനസ്സിലായത് ഇവന്റെ മനസ്സില് ഇയാള് കേറുന്നതാ. മനസ്സിലായോ? ഇവൻ ഇതാവുന്നതാ. ഹായ് ഗായ്സ്, അങ്ങനെ പ്രമേഹത്തിന്റെ ട്രെയിലർ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവസാനം വന്നിരിക്കുകയാണ്. ഓക്കെ, ഐ ആം പ്രിറ്റി എക്സൈറ്റഡ്. വെച്ചോ വെക്ക് പ്ലേ. ഓക്കെ, രാത്രി സിദ്ധാർത്ഥ ഭരതല്ലേ? ആണോ? കണ്ണു കാണിച്ചില്ല. കണ്ണാടി എടുത്ത് വെക്കണം. സോറി. ചങ്ങല. അർജുനേശ്വരൻ ഭ്രാന്തനാണോ? കട്ടില്ല. That was nice. Night shift Rhinold Studios. ടൈമാണ് സാമൂഹ്യം. പ്രളയത്തിൽപ്പെട്ട് നല്ല ഫ്രൈ. മുങ്ങിത്താവുമ്പോ പൈതളി തന്നെയാ നല്ലത്. പക്കിട്ട ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണ്ടും നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്ത് നാളെ ജയിക്കും. ഗെയിമാ ഒക്കെ ഭാഗ്യം പോലെയാ. മമ്മൂട്ടിയാണോ? ശങ്കരൻ പോറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാരക്ടറായിരിക്കും. ശങ്കരൻ തമ്പി. ആ ശരി. ഇത് പൊറ്റിയില്ല, അത് പോറ്റിയ. ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണ്ടും നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്ത് നാളെ ജയിക്കും. ഒക്കെ ഭാഗ്യം പോലെയാ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. ഡയലോഗ് റെപ്പിറ്റേഷൻ ആണല്ലോ. ഒക്കെ ഭാഗ്യം പോലെയാ. ഇത് കരുക്കള്, ലൂപ്പാണ് മോനെ. സീൻ ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഓ മോനെ സീൻ. അവസാനം പ്ലേ ചെയ്ത്. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഓ രാക്ഷസ എന്നൊക്കെ പറയുന്ന വിട്ട്. ലൂപ്പാണോ? എനിക്കതാ ഫീൽ ചെയ്തേ. ലൂപ്പാണോ? പിന്നെ കട്ട് ചെയ്തേക്കുന്നതിന് സംഭവം എനിക്കൊന്നും മറ്റേ പടമില്ലേ, ലൂപ്പുള്ള 2-3 തമിഴ് പടം ഉണ്ടല്ലോ, മറ്റേ മാനാട്, പിന്നെ അതുപോലെ വേറൊരു പടമുണ്ട് മാനാടും, പിന്നെ വേറൊരു പടമുണ്ടല്ലേ, പിന്നെ മറ്റേ ഇംഗ്ലീഷിലൊരു പടം ഉണ്ടല്ലോ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് അതിന്റെ ഒരു സംഭവം അടിക്കുന്നുണ്ട്, ലൂപ്പ് പോലെ. കാരണം അതിനകത്ത് ടൈം എന്ന് പറയുന്നുണ്ട്, സമയം എന്ന് പറയുന്നുണ്ട് പുള്ളി. അല്ല, ലൂപ്പാണോ? പുള്ളി കണ്ടിട്ട് ആ വീട്ടില് പെട്ടുപോകും, അതിനുശേഷം പകിട കളിച്ച് പുറത്ത് പോകാനുള്ള പരിപാടിയാണ്. എനിക്കും അതാ തോന്നുന്നു. പക്ഷെ പകിടയുടെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അർജുന അശോകനല്ലേ? കാരണം ഇത് പകിട അല്ല, സിദ്ധാർത്ഥ ഭരതൻ. സിദ്ധാർത്ഥ ഭരതൻ ആണോ? അല്ലേ? ഓക്കെ, ചങ്ങല. ഓക്കെ, ഇത് ആ സീൻ കണ്ടോ? അതായത് അവിടെ വരെ ഇപ്പൊ ആ ഒരു കട്ടിൽ, ആ മുറിയിൽ പുള്ളി പെട്ടുപോയി, അവിടുന്ന് കട്ട് ചെയ്തിട്ട് വേറെ സീനിലോട്ട് വന്നില്ലേ? അപ്പം അതൊരു ബിഗിനിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ട്രെയിലർ കണ്ടിട്ട് എല്ലാം കൂടെ ഞാൻ ഡിക്കോഡ് ചെയ്യണം സംഭവം. ഭ്രമയുഗം എന്നാണ് പടത്തിന്റെ പേര്. യുഗം നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ടൈം പീരീഡ് ആണ്. ഭ്രമം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിന് തോന്നുന്നതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. ഡിലൂഷൻ പോലെ അല്ലേ? അതെ, ഡിലൂഷൻ.
അപ്പം ഭ്രമത്തിന്റെ യുഗമാണ്. അപ്പം ഈ സംഭവങ്ങളൊക്കെ ചിലപ്പം ഓൾറെഡി പുള്ളിയുടെ ചിഹ്നം നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, അർജുൻ അശോകന്റെ മൈൻഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാവാം. അത് മറ്റേ എനിക്ക് തോന്നുന്നു ആ സോഴ്സ് കോഡിനകത്ത് ഇതുപോലെ സംഭവിക്കുന്നത്. പുള്ളിയെ ട്രെയിനിൽ സഞ്ചരിക്കൊണ്ടിരിക്കുന്നു, പുള്ളിയുടെ മൈൻഡിൽ എന്തോ ആലോചിച്ച് വെച്ച് സിനിമയ്ക്ക് കയറണ്ട നമുക്ക് തൽക്കാലം ഇവിടെ അല്ല. ഞാൻ ഈ ചാനൽ വിട്ട് ഞാൻ വേറെ ചാനൽ തുടങ്ങാൻ പോവാ. ഞാൻ ട്രെയിലർ എന്താ ഡീകോഡിങ്ങിന്റെ പുതിയ ചാനൽ തുടങ്ങാൻ പോവാ. ട്രെയിലറിന്റെ അവസാനം എന്തോ പറയുന്നില്ല, ഇത് എന്തോ യുഗം വേറെ എന്തോ യുഗം അല്ലെന്ന് പറയുന്നുണ്ടല്ലോ. കലിയുഗത്തിന്റെ ഇതല്ല, കലിയുഗത്തിന്റെ പിഴച്ച സാധനം എന്താണ് ആ ഒരു ടോണാണ് പുള്ളി പറയുന്നത്. കലിയുഗത്തിന്റെ അല്ല അവർക്കും ഭ്രാന്തായി ഭ്രമമായി. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. കലിയുഗത്തിന്റെ വലിയ ഇംഗ്ലീഷ് വാക്കാ, മലയാളം ഭ്രമയുഗ കലിയുഗ കലിയുഗത്തിന്റെ തന്നെ ഏറ്റവും വൃത്തികെട്ട ഒരു അപഭ്രംശം. അമ്മമാര് രാശിയിരിക്കുന്നുണ്ടാ. അപ്പൊ ഇവരല്ല, ഞാൻ പറഞ്ഞില്ല ഇതിന്റെ തമിഴില് കണ്ടില്ലേ 10 തല പോലെ. അമ്മമാരുടെ തലയും 10 ലൂപ്പാണോ അങ്ങനെ 11 തലയല്ലേ, 10 പേരുണ്ട്. അല്ല, മമ്മൂട്ടിയുടെ തലയുടെ അർജുൻ അശോകൻ 10, മമ്മൂട്ടിയാണ് 1. അപ്പൊ മൊത്തം 10 ഗെയിം കാണുമായിരിക്കും. അങ്ങനെ ആയിരിക്കാം. അതൊരു പ്രേതാലയം കൂട്ടി കിടക്കുന്ന സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് എന്തെങ്കിലും. എന്നിട്ട് അർജുനാണെങ്കിൽ അതില് ഉള്ളി കേറുമ്പോ പുള്ളി പെട്ടുപോകുന്നു. അപ്പം മമ്മൂട്ടി വരുന്നതും ഈ പണ്ടത്തെ ആൾക്കാര് മറ്റേ രാജാക്കന്മാര് ഈ ചൂതാട്ടം കളിച്ച് ആൾക്കാരെ പറ്റിച്ച് ഉള്ള ഉടായ്പുണ്ടല്ലേ, എനിക്ക് സെയിം ലൈനായിരിക്കും പോകുന്നത്. ഇവര് തമ്മിൽ ചൂതാട്ടം കളിക്കുകയും അങ്ങനെ അവന് വെളിയിൽ ഇറങ്ങാൻ പറ്റുമെന്ന് മമ്മൂട്ടി പറയായിരിക്കും. അങ്ങനെ അവര് തമ്മിൽ കളിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു പുള്ളി വല്ലതും എന്തെങ്കിലും അന്വേഷിച്ച് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഇവിടെ വരുന്നത്, ആ കൊട്ടാരത്തില്, ആ വീട്ടിൽ വരുന്നത്. അവിടുന്ന് പിന്നെ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി വിചാരിക്കണം, മമ്മൂട്ടി വേണ്ടി കളിച്ച് ജയിക്കണം. അതിന് ഇത്ര ചാൻസ് കാണും. അപ്പം ഇത്ര ചാൻസിൽ അവസാനത്തെ ചാൻസ് ആയിരിക്കും, തോക്കുന്ന ചാൻസിലായിരിക്കും ഈ മറ്റേ അവസാനം കാണിച്ച എക്സ്പ്രഷനില്. അല്ലെ പുള്ളി എന്തെങ്കിലും പേടിപ്പിച്ച് ഓരോ ചാൻസിലും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരിക്കും പോകുന്നത്. അതായിരിക്കും ഈ ലൂപ്പ് പോലെ കിടക്കുന്നത്. ഓരോ വട്ടം പുള്ളി വരുമ്പോൾ ഓരോ തോൽവിയും ശേഷം വീണ്ടും ഒന്നേം തുടങ്ങുമായിരിക്കും. എപ്പോഴാണ് ജയിക്കുന്നത് വെച്ചാൽ അപ്പോഴേ പുറത്തു പോകാൻ പറ്റത്തുള്ളായിരിക്കും. അങ്ങനെ ആയിരിക്കും. ഇവർ രണ്ടുപേരും കസിൻസ് ആവാൻ ചാൻസ് ആവും. രണ്ടുപേരും അവിടെ പണിയെടുക്കുന്ന കൂട്ടാ എനിക്ക് തോന്നുന്നത്. അതും ഈ സ്ഥലമാണെങ്കിലും ഭയങ്കരമായിട്ട് പൂട്ടി അടച്ചിട്ടേക്കുന്ന സ്ഥലം കൂട്ടല്ലേ, ആൾതാമസം ഇല്ലാത്ത സ്ഥലം കൂട്ടാകുന്നു. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെ വന്നിട്ട് എന്തെങ്കിലും കാര്യത്തിൽ സിദ്ധാർത്ഥ ഭരതൻ അവിടെ ലോക്കായി പോയിരിക്കും. എന്നിട്ട് കളിച്ച് ജയിക്കേണ്ടത് അർജുൻ അശോകനായിരിക്കും. അർജുൻ അശോകൻ ജയിച്ചാൽ മാത്രമേ പുള്ളിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളായിരിക്കും. പുള്ളി പറഞ്ഞാൽ ഡീകോഡ് ചെയ്യണ്ട, നേരെ പടം കണ്ടാൽ മതി. ഒരു അമിത പ്രതീക്ഷയും വേണ്ട, പ്രതീക്ഷ കുറവും വേണ്ട, ഒന്നും വേണ്ട, നേരെ വന്ന് പടം കാണാം. ഫ്രഷ് മൈൻഡോടെ പടം വന്ന് കാണാനാണ് ഒക്കെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെ പോയി. ഡയറക്ടറും പറഞ്ഞത് ഹൊറർ പടം അല്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇത്രയും മിസ്റ്ററി ഒക്കെ നമുക്ക് കാണിച്ചു തരുമ്പം നമ്മൾ പിന്നെ ഡീകോഡ് ചെയ്യാതെ എങ്ങനെ പോവാനാ? നമ്മൾ തന്നെ അതായിരിക്കും ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിച്ചു പോവും. തെറ്റ് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഇങ്ങനെ ഒരു മൂഡുള്ള പടമായതുകൊണ്ട് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ആണ്. മ്യൂസിക് ഉണ്ട് ആ ട്രെയിലറിനകത്ത്. മ്യൂസിക് ബേസ് കുറെ കട്ട്സ്. കാരണം അങ്ങനെ ഒരു ജംപ് സ്കെയർ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിന്റെ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ ആയിട്ടല്ലേ. ഭൂതകാലത്തിൽ അധികം ജംപ് സ്കെയർ ഇല്ലാഞ്ഞിട്ട് കൂടി ഭയപ്പെടുത്താൻ ഇതുണ്ടായിരുന്നു, ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ മ്യൂസിക്കും അവിടെ മ്യൂസിക് നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മിക്കവാറും മ്യൂസിക് ആയിരിക്കും ഹൈലൈറ്റ്. ഡയലോഗ് ടി.ഡി. രാമകൃഷ്ണൻ മറ്റേ റൈറ്റർ ബുക്ക് എഴുതുന്നത് ആൽഫയുടെ ഒക്കെ എനിക്കറിയത്തില്ല. ഞാൻ പുസ്തകം വായിക്കാറില്ല. ഫ്രാൻസിസ് ഇട്ടിക്കോര നോവലല്ലേ? ഞാൻ പുസ്തകം വായിക്കാറില്ല. അതൊരു അടിപൊളി. അത് മറ്റേ മിസ്റ്ററി സാധനം ഫ്രാൻസിസ് ഇട്ടിക്കോര. അത് നമ്മുടെ ആഡം ജോണിനകത്തില് KPC ഒരു കഥ പറയുമല്ലോ, അതുപോലത്തെ ഒരു കഥയാണ്. അതൊരു വല്ലാത്ത കഥ. അതേപോലത്തെ ഒരു ഭയങ്കര മിസ്റ്ററിയാ. ക്ലൈമാക്സ് കുറച്ച് അത്ര സുഖമില്ല, പക്ഷെ നൈസ്. അതുപോലെ പുള്ളിയുടെ ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് പറഞ്ഞ ഒരു ദ്വീപില് കുറച്ച് പേരെ കൊണ്ട് നിർത്തുന്നതെന്ന് വെച്ചാൽ അവര് ആദ്യം മനുഷ്യരെ പോലെ ജീവിക്കണം അവിടെ. അവർക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റില്ല, വസ്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു നോക്കും. ഇത്ര വർഷത്തേക്ക് അവരവിടെ കൊണ്ടിട്ട് എക്സ്പെരിമെന്റ് ആണ്. അവസാനം എത്ര പേര് അവിടെ സർവൈവ് ചെയ്ത് വരും എന്നുള്ളതാണ്. അത് നൈസ്. പുസ്തകം വായിക്കുന്ന ശീലം കുറെ കാലങ്ങൾക്ക് മുന്നേ മണ്ണടിഞ്ഞു പോയി. എന്താ അങ്ങനെ ഇട്ടോക്ക് സൗണ്ട് മിക്സ്. നമുക്ക് സർവൈവ് വേറെ ഒന്നുമില്ല, ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അവർ വേണമെങ്കിൽ സ്വന്തമായിട്ട് വേറെ ലാംഗ്വേജ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അവർക്ക് നമ്മൾ ഇവിടെ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ സ്വന്തമായിട്ട് തന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം.
സർവൈവ് ചെയ്യണം. ഇത്ര വർഷത്തേക്ക് അവരെ അവിടെ ഇട്ടേക്കുന്നത്. അതിനുശേഷം വേറൊരു ടീം വരും, അവിടെ എത്ര പേരുണ്ടെന്ന് അറിയാൻ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ അത്ര നാളെ പട്ടിക്കുഞ്ഞു പോലും തിരിച്ചു നോക്കത്തില്ല. ഒരു MD ഇത് വേറെ ആരുമില്ല അവിടെ, വേറെ ഒന്നുമില്ല, ഇവർ ഇത്രയും പേര് മാത്രം. ഇതുപോലെയുള്ള ട്രെയിലർ റിയാക്ഷനും മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ചാനലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. താല്പര്യപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.